മോശമാണ്. മമ്മൂട്ടിയാണ് ഈ പടത്തെ രക്ഷിച്ചെടുത്തത്. ഭയങ്കര ആവറേജ് സ്ക്രിപ്റ്റിന് മമ്മൂട്ടി തന്നെ പെർഫോമൻസ് കൊണ്ടും എല്ലാം കൂടി രക്ഷപ്പെടുത്തി ചെടുത്ത് അങ്ങനെ കിട്ടുന്ന പടമാണ്. അപ്പം സെക്കൻഡ് ഹാഫാണ് അടിപൊളിയായത്. ആക്ഷൻ ബ്ലോക്കും എല്ലാം ഇതിലായിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ പൊളിയാണ്. ക്ലൈമാക്സ് പൊളിയാണ്. ക്ലൈമാക്സ് ട്വിസ്റ്റൊക്കെ ഉണ്ട്. മൊത്തത്തിൽ പൊളിച്ചടിക്കുന്നുണ്ട്. ഇക്കയുടെ വൺമാൻ ഷോ ആണല്ലേ ഇക്കയുടെ പെർഫോമൻസും ആ സ്ക്രീൻ പ്രസൻസും ഒരു എല്ലാം കൊണ്ടാണ് പടം ഒരു ആവറേജ് സ്ക്രിപ്റ്റാണ്. ആ ആവറേജ് സ്ക്രിപ്റ്റിന് ഇക്കയുടെ പെർഫോമൻസ് ഉണ്ട്. വൈശാഖിന്റെ മേക്കിങ്ങും പൊളിയായിട്ട്. മേക്കിംഗ് കൊള്ളാം. ഇക്കയുടെ പെർഫോമൻസ് ആണ് ഇവിടെ ഒരു സ്ക്രീനൊക്കെ പൊളിയാണ്. പെർഫോമൻസ് എല്ലാം കൊണ്ടും ഒരു മെയിൻ ഹൈലൈറ്റ് എന്താണ് സിനിമയുടെ ഒരു ആക്ഷൻസ് ഒക്കെ കൊള്ളാം. പക്ഷേ ഒരു സ്ക്രിപ്റ്റ് ഇത്തിരി ഒരു നോർമൽ തെലുങ്കൂടം കാണുന്ന കണക്കുള്ള ഒരു സ്ക്രിപ്റ്റ് മാത്രമേ ഉള്ളൂ. ആ സ്ക്രിപ്റ്റിന് നമുക്കൊരു പെർഫോമൻസ് ആണ് ഹൈലൈറ്റ് ഇതാക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു ടിപ്പിക്കൽ വൈശാഖ് മൂവി തന്നെയാണ്. പുതുമയൊന്നും അവകാശപ്പെടാനൊന്നുമില്ല. എങ്കിൽ തന്നെയും മമ്മൂട്ടിയുടെ ഫൈറ്റ് 71 വയസ്സിലും അത്രത്തോളം ആ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പുള്ളി പണിയെടുത്തിട്ടുണ്ട്. പണി എടുപ്പിച്ചവരുടെ പണി കൊള്ളത്തില്ല. നല്ല വൺമാൻ ഷോ ആണ് മമ്മൂക്കയുടെ. ഫുൾ അടിപിടി നമ്മുടെ പോക്കില്ല പുലിമുരുകൻ. വൈശാഖ് ടിപ്പിക്കൽ വൈശാഖ് മൂവി ഫാമിലി ഓഡിയൻസിനൊക്കെ അല്ല നമുക്ക് പിന്നെ മറന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പ്രമേയം കണ്ട് മമ്മൂട്ടി ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നതാണ്. ഒരു മാസ് എൻ്റർടൈൻമെൻറ്റ് കുറച്ചുകൂടെ ഒക്കെ അടിയൊക്കെ ഒന്ന് പറയായിരുന്നു. അത്രയ്ക്ക് ഇടിയോ? ഉള്ള ഇടിയ ഇടിയോട് ഇടിയ. രാജ്ബി ഷെട്ടിയൊക്കെ